ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റായ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന ഭാഗമാണ്. ഇതിലെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയും അതിൻ്റെ ആശയവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വേണ്ട മറ്റ് വീഡിയോകൾ STD5 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇത്തിരി പൂവേ കുരുന്നു പൂവേ. മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായത്? ചുവടെ എഴുതി നോക്കൂ. ഭൂമിയിലേക്ക് പതിക്കുന്ന മഴ, മഴ കൊണ്ടിരിക്കുന്ന പക്ഷി, പക്ഷിയുടെ നനഞ്ഞ ചിറകുകൾ, ചിറകിലെ വെള്ളം മണ്ണിലേക്ക് കുടയുന്നു, മഴവെള്ളം മണ്ണിൽ മറയുന്നു. ഇത്രയും കാഴ്ചകളാണ് എനിക്കിഷ്ടമായത്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകും? മണ്ണിൻ്റെ സ്വപ്നങ്ങൾ എന്തെല്ലാമാവും മക്കളെ? മഴത്തുള്ളികൾ മണ്ണിലേക്ക് പതിക്കുമ്പോൾ ആ മണ്ണിൽ നിന്നും തനിക്ക് പുതിയ ചെടികൾക്കും പൂക്കൾക്കും ജന്മം നൽകാനാവുമല്ലോ എന്ന് മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാകും. മാത്രമല്ല, തന്നെ ആശ്രയിക്കുന്ന പല ജീവികൾക്കും സന്തോഷം നൽകാൻ തനിക്കാകണമെന്നും മണ്ണ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ചൊല്ലി നോക്കിയാലോ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ, രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ, പൂക്കളെത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതുരുട്ടിലും മന്ദഹസിപ്പവർ, പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. എഴുതിയത് P. മധുസൂദനൻ നായരാണ്. ഭൂമി പാടുന്ന ശീലുകൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇനി നമുക്ക് കവിതയിൽ എന്താണെന്ന് പറയുന്നത് എന്ന് നോക്കിയാലോ. മണ്ണിൻ്റെ കിനാവുകൾ. കിനാവ് എന്ന് വെച്ചാൽ സ്വപ്നം, മണ്ണിൻ്റെ സ്വപ്നങ്ങൾ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. എങ്ങനെയാണ് മുക്കുറ്റിപ്പൂവ് എങ്ങനെയാണെന്നാണ് കവി പറയുന്നത്? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. പൊൻവെയിൽ എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ നിറമുള്ള വെയിലിൽ കുരുത്ത എന്ന് വെച്ചാൽ ജനിച്ച, സ്വർണത്തിൻ്റെ നിറമുള്ള വെയിലിൽ ജനിച്ച മുക്കുറ്റികൾ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മക്കളെ? നമുക്കറിയാം, മുക്കുറ്റിപ്പൂവിൻ്റെ നിറം എന്ന് പറയുന്നത് മഞ്ഞയാണ്, സ്വർണ്ണ നിറമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സ്വർണ്ണ വെയിലിനോട് കവി ഉപമിച്ചിരിക്കുന്നത്. പൂനിലാവു പകർന്ന പൂത്തുമ്പകൾ. പൂനിലാവ് എന്ന് വെച്ചാൽ എന്താണ്? പൂ പോലെയുള്ള നിലാവ്. നിലാവ് എന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രൻ്റെ വെളിച്ചം. പൂ പോലെയുള്ള നിലാവ്, നുകർന്ന പൂത്തുമ്പകൾ. നുകർന്ന എന്ന് വെച്ചാൽ എന്താണ്? കുടിച്ച എന്നാണ് അർത്ഥം. അതായത് പൂനിലാവ്, നിലാവ് കുടിച്ച എന്ന് പറയുമ്പോൾ എന്താണ്? നിലാവിൻ്റെ നിറം നമുക്കറിയാം വെള്ളയാണ്. അപ്പോൾ വെള്ള കുടിക്കുമ്പോൾ ആ പൂവിനും എന്ത് വരുന്നു? വെള്ള നിറം തന്നെ വരുന്നു. തുമ്പയുടെ നിറം വെള്ളയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ചന്ദ്രൻ്റെ അതേ നിറത്തോട് തന്നെ തുമ്പയെ സാമ്യപ്പെടുത്തിയിരിക്കുകയാണ് കവി ഇവിടെ ചെയ്തിരിക്കുന്നത്. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. ഇനി ജമന്തിയെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. സന്ധ്യയുടെ നിറം എന്താണ്? മഞ്ഞയാണ്, ഓറഞ്ച് നിറമാണ് അല്ലേ? ആ സന്ധ്യയുടെ അതേ നിറമാണ് എന്തിനുള്ളത്? ജമന്തിക്കുള്ളത്. സന്ധ്യയുടെ നിറം മാത്രമല്ല, സന്ധ്യ തന്നെ നെഞ്ചത്തെടുത്ത് ലാളിക്കുക, ഓമനിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ചന്തവും എന്തിനു കിട്ടിയിട്ടുണ്ട്? ചന്തം എന്ന് വെച്ചാൽ ഭംഗി. ഭംഗിയും എന്തിനു കിട്ടിയിട്ടുണ്ട്? ജമന്തി പൂക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. ഇനി കോളാമ്പികൾ എങ്ങനെയാണ്? മഞ്ഞ നക്ഷത്രത്തെ പോലെയാണ്. കോളാമ്പിയുടെ നിറം മഞ്ഞയാണല്ലോ. മഞ്ഞ നക്ഷത്രത്തെ പോലെയാണ് വേലിയിൽ കോളാമ്പി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. പനിനീർ ചെടിയെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എപ്പോഴും കാറ്റിലേക്ക് സുഗന്ധം പരത്തുന്ന, നല്ല നറുമണം പരത്തുന്ന പനിനീർ പൂവുകൾ അല്ലേ? ചേറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ?
പരത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ പനിനീർ പൂക്കൾ എങ്ങനെയാണ് കാറ്റിലേക്ക് എല്ലാ സമയവും സുഗന്ധം പരത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ. ഇനി മുല്ലകൾ എങ്ങനെയാണ്? രാത്രി പെറ്റ മക്കളായിട്ടാണ് മുല്ലകളെ പറയുന്നത്. നമുക്കറിയാം മുല്ലപ്പൂക്കൾ രാത്രിയല്ലേ വിരിയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി പെറ്റ മക്കളായിട്ടാണ് മുല്ലപ്പൂക്കളെ കവി പറഞ്ഞിരിക്കുന്നത്. രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്ന പൂവ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണകിരീടമില്ലേ, കൃഷ്ണകിരീടത്തെയാണ്. അതായത് രാജമുദ്ര എന്ന് പറയുന്നത് നമുക്കറിയാം കിരീടമാണ്. രാജാവിൻ്റെ മുദ്ര എന്താണ് മക്കളെ? അടയാളം എന്ന് പറയുന്നത് കിരീടമാണ്. അപ്പോൾ ആ കിരീട പൂവിനെയാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. ചെന്താരുകൾ, ചുവന്ന ആ പൂക്കൾ. ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. ഭൂമി തൊട്ട പൊട്ടുപോലെ വിരിഞ്ഞു നിൽക്കുന്ന വാടാമല്ലിപ്പൂക്കൾ. വടപൂവ് നമുക്കറിയാലോ, അത് കാണാൻ തന്നെ ദൂരെ നിന്ന് കാണുമ്പോൾ പൊട്ടുപോലെയായിരിക്കും അല്ലേ ഉള്ളത്. അപ്പോൾ ഭൂമി തൊട്ട പൊട്ടാണ് ഈ വാടാമലരുകൾ എന്നാണ് കവി പറയുന്നത്. വാടാമലരുകൾ എങ്ങനെയുള്ളതാണ്? തൂമയേറിടും. തൂമ എന്ന് വെച്ചാൽ അഴക്. അത്രയേറെ അഴകോടുകൂടി നിൽക്കുന്ന വാടാമല്ലിപ്പൂക്കൾ. പൂക്കൾ എത്രയോ പൂക്കൾ ഈ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും. എത്രയോ പൂക്കൾ ഈ ഭൂമിയിലുണ്ട്. ഈ പൂക്കളെ എന്തായിട്ടാണ് കവി പറയുന്നത്? ഭൂമിയുടെ മക്കളായിട്ട്, നിത്യവും പിറക്കുന്ന മക്കളായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതുരുട്ടിലും മന്ദഹസിപ്പവർ. ഇനി പൂക്കളുടെ എന്തൊക്കെ പ്രത്യേകതയാണ് പറയുന്നത് മക്കളെ? നീലവാനം മിഴികളിലുള്ളവർ എന്ന് വെച്ചാൽ എന്താണ്? നീലവാനം, നീല ആകാശം, മിഴികളിലുള്ളവർ, കണ്ണുകളിലുള്ളവർ. എങ്ങനെയാണ് പൂക്കളുടെ കണ്ണുകളിൽ നീല ആകാശം വരുന്നത് മക്കളെ? നമുക്കറിയാം പൂക്കളെപ്പോഴും ആകാശത്തേക്ക് നോക്കിയല്ലേ നിൽക്കുന്നത്, മുകളിലേക്ക് നോക്കിയല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകളിൽ എന്ത് കാണാം? ആകാശം കാണാം. അപ്പോൾ നീല ആകാശം എപ്പോഴും അവരുടെ കണ്ണുകളിൽ ഉണ്ടായിരിക്കും. നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന് വെച്ചാൽ എന്താണ്? നീർ എന്ന് വെച്ചാൽ ജലം, ജലത്തുള്ളി. കണം എന്ന് വെച്ചാൽ തുള്ളി. അപ്പോൾ നീർക്കണം എന്ന് വെച്ചാൽ ജലത്തുള്ളി, വെള്ളത്തുള്ളി. ഒന്നുകിൽ എന്താവാം? വെള്ളത്തുള്ളി എന്ന് പറയുന്നത് മഞ്ഞുതുള്ളി ആവാം, അതല്ലെങ്കിൽ മഴത്തുള്ളി ആവാം. ഈ മഴത്തുള്ളികൾ എങ്ങനെയാണ്? ഈ മഴത്തുള്ളികൾ അല്ലെങ്കിൽ മഞ്ഞുതുള്ളികൾ പൂക്കളിൽ വീഴുമ്പോൾ അവർ ഭംഗിയുള്ളതാവുന്നു. ഭംഗി ചാർത്തുന്നവർ. ഈ നീർക്കണങ്ങളാൽ അവർ മാല ചാർത്തുന്നവരാണ്, അതായത് ഭംഗി കൂടുന്നവരാണ്. ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ. എത്ര ചൂടായാലും പൂക്കൾ വാടാതെ നിൽക്കുന്നു. ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഏതിരുട്ടായാലും നമുക്കറിയാം, ഇരുട്ട് നമുക്കെല്ലാവർക്കും പേടിയല്ലേ. പക്ഷേ പൂക്കൾക്ക് അങ്ങനെയല്ല. അവർ ഏതിരുട്ടിലും മന്ദഹസിക്കും. മന്ദഹസിക്കുക എന്ന് വെച്ചാൽ പുഞ്ചിരിക്കുക. ഏതിരുട്ടിലും പുഞ്ചിരിച്ച് നിൽക്കുന്നവരാണ് പൂക്കൾ. അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് പൂക്കളുടേതായിട്ട് കവി പറഞ്ഞിരിക്കുന്നത്. പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ. പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. ഈ പൂക്കളെല്ലാം തന്നെ മണ്ണിൻ്റെ എന്താണ്? മണ്ണിന് എത്രമേൽ പ്രിയപ്പെട്ട കിനാവുകളാണ്, സ്വപ്നങ്ങളാണ്. അതുപോലെ തന്നെ പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കൾ ജീവൻ്റെ, നമ്മുടെ എല്ലാവരുടെയും ജീവൻ്റെ എന്താണ്? സ്നേഹം നൽകുന്ന പ്രതീക്ഷകളാണ് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് മക്കൾക്ക് മനസ്സിലായോ? വളരെ മനോഹരമായ ഒരു കവിതയാണിത്. ഇനി മക്കൾ എന്ത് ചെയ്യുക? ഈ കവിത ഒന്നുകൂടെ നല്ല ഈണത്തിലും താളത്തിലുമായി ചൊല്ലി നോക്കുക. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ മറക്കാതെ കാണണേ. അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കല്ലേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്